എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 999 എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. മാറ്റം വന്നിട്ടുള്ളതാണ് ഈ ഒരു ഇൻഫോടൈം സിസ്റ്റം. കാരണം നമ്മൾ റോക്സിൽ കണ്ട സെയിം ഇൻഫോടൈം സിസ്റ്റമാണ് ഒരു അതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യമുള്ള റെസ്റ്റും മഹീന്ദ്ര കംപ്ലീറ്റ് മാറ്റി ഇപ്പോൾ ഒരു സ്വിച്ച് വഴി നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഏറ്റവും പുതിയ മഹീന്ദ്ര വൈപ്പർ യൂണിറ്റ് വന്നിട്ടുണ്ട്. ഒരു വാഷിംഗ് യൂണിറ്റും ഈ ഒരു ബാക്ക് പ്രൊഫൈൽ പുതുതായിട്ട് നമുക്ക് താറ് കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്ക് ബമ്പറും ഡുവൽ ടോൺ കളറാണ് വന്നിട്ടുള്ളത്. പാർക്ക് 2010 മഹീന്ദ്ര എന്ന വാഹന നിർമ്മാണ കമ്പനി താർ എന്നൊരു പുലിക്കുട്ടി നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കി വിട്ടത്. അന്ന് മുതൽ നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു തരം SUV ആയി മാറിയ ഒരു കാര്യമാണ് മഹീന്ദ്ര. ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് 2025 ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റാണ് നമ്മളെ കൂട്ടുള്ളത്. എന്തൊക്കെ ഫീച്ചേഴ്സ് എന്തൊക്കെ മാറ്റങ്ങൾ വന്ന് ജസ്റ്റ് നോക്കിയിട്ട് തരാം. എല്ലാവർക്കും നമ്മൾ ഇതിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മഹീന്ദ്ര താർ 2025 ഫേസ് ലിഫ്റ്റ് മോഡലാണ്. ഇതിന് ഏറ്റവും കൂടുതൽ മാറ്റം വന്നുള്ള ഈ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ ഒരു ബമ്പർ യൂണിറ്റാണ്. കാരണം 2020 ഇത് ലോഞ്ച് ആയ സമയത്ത് ഒരു ഡുവൽ ടോൺ ബമ്പറായിരുന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അത് ഫുൾ ഒരു ബ്ലാക്ക് ബമ്പർ യൂണിറ്റായി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നത്. അതുപോലെ വലിയൊരു മാറ്റമാണ് ഈ ഒരു ഗ്രിൽ യൂണിറ്റിൽ ഇവിടെ ഫുൾ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുക്കുന്നത്. അതും പുതിയൊരു ചേഞ്ച് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ മഹീന്ദ്രയുടെ വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ് ആലജിൻ ഹെഡ് ലാമ്പ്സാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒരു റൗണ്ട് ഷേപ്പ് ഹെഡ് ലാമ്പ് യൂണിറ്റ്. അതുപോലെ തന്നെ ഫെൻഡറിലാണ് 10 ഇൻഡിക്കേറ്റേഴ്സും DRലും ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതെന്തോ ഒരു ട്രഡീഷണൽ ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ബോണറ്റ് ലോക്കും ഒരു ട്രഡീഷണൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ പുറത്താണ് ലോക്ക് കൊടുത്തിട്ടുള്ളത്. നേരെ താഴെ ഒരു ഫോഗർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിനൊരു ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബോണറ്റ് ഒരു മാസീവ് സൈസിൽ ബോണറ്റാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ആരായാലും ഇഷ്ടപ്പെടുന്നൊരു മുഖമായിരിക്കും ഈ ഒരു മഹീന്ദ്ര താറിൻ്റെ. ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു SUV ആണ് ഒരു മഹീന്ദ്ര താറിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ബോക്സി ഷേപ്പിലാണ് ഒരു സൈഡ് പ്രൊഫൈൽ ഡിസൈൻ വന്നിട്ടുള്ളത്. വല്ലാണ്ട് മാറ്റം ഒന്നുമില്ല, സൈഡ് പ്രൊഫൈൽ വന്നിട്ടില്ല. നേരെ വീൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു 18 ഇഞ്ച് വീൽസാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. 80 ടയേഴ്സ്, അതായത് ഓൾ ടെറൈൻ ടയേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണെന്നുള്ളത്, ബാക്കിലും ഡ്രം ബ്രേക്സാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫെൻഡറിൽ നമുക്ക് 10 ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. അതുപോലെ താറിന് വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. താർ ഒരു പ്രൗഡ് മൊമെൻറ്റിലാണ് ഒരു താറിലൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡോർ ഹിഞ്ചസ് ഒക്കെ അവിടെ കാണാൻ സാധിക്കും. എവിടെയും മിറർ കൊടുത്തിട്ടുണ്ട്. ഇതിലും നമുക്ക് താറിനൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡോർ ഹാൻഡിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓവർ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. സൈഡിൽ നമുക്ക് റിയർ വീൽ ഡ്രൈവിൻ്റെ ഒരു ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് 4x4 ആകുമ്പോൾ 4x4 ഒരു ബാഡ്ജിങ്ങും അവിടെ കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തത്. 18 ഇഞ്ച് വീൽസ്, 18 ടയേഴ്സാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ ഡ്രം ബ്രേക്സാണ് ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലാണ്. അത്യാവശ്യം ഒരു ബോക്സി ഡിസൈനിലാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്നുള്ളത് ഒരു റിവേഴ്സ് ക്യാമറ, അതുപോലെ തന്നെ വൈപ്പർ യൂണിറ്റ് വന്നിട്ടുണ്ട്. ഒരു വാഷിംഗ് യൂണിറ്റും ഈ ഒരു ബാക്ക് പ്രൊഫൈൽ പുതുതായിട്ട് നമുക്ക് താറ് കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്ക് ബമ്പറും ഡുവൽ ടോൺ കളറാണ് വന്നിട്ടുള്ളത്. പാർക്ക് സെൻസേഴ്സും ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് പഴയ മോഡൽ പറ്റി നമുക്ക് 2 രീതിയിലാണ് ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കുന്നത്. മേലെ ഒന്ന്, താഴെ ഒരു ടെയിൽ ഗേറ്റുമായിട്ട് ഓപ്പൺ ആക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ലഗേജ് കാലം വെക്കാൻ സാധിക്കും. നമുക്ക് സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ രീതിയിലാണ് വന്നിട്ടുള്ളത്. താറിനെ കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രീമിയം ഒരു കാറ്റഗറി ഉൾപ്പെടുന്ന ഒരു SUV കൂടിയാണ് താർ. പലരുടെയും ഡ്രീം വാഹനം. പേഴ്സണലി എൻ്റെയും ഒരു ഫേവറേറ്റ് ലിസ്റ്റിലെ ഒരു മോഡലും കൂടിയാണ് ഒരു മഹീന്ദ്ര താർ എന്ന് പറയുന്നത്. ടൈലാംസിൽ മാറ്റങ്ങളായിട്ടില്ല, സെയിം ടൈലാംസ് വന്നിട്ടുണ്ട്. താറിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. LED യൂണിറ്റാണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത്. ഇവിടെ റിഫ്ലക്ഷൻ യൂണിറ്റും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. താറും ഒരു ക്യാമിൽ കയറി ഇവിടെ ഗ്രാഫിക്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ വൈപ്പർ, റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഡിഫോക്ക് ലൈൻസ്, ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഇവിടെ ഒരു വാഷിംഗ് യൂണിറ്റ് വന്നിട്ടുള്ളത്. നമുക്ക് നേരിട്ട് ക്ലോസ് ചെയ്തേക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ നമുക്ക് ഷോട്ടിങ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. റോഡ്സൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് മഹീന്ദ്ര താർ. ഫസ്റ്റ് നമുക്ക് ഈ ഗ്ലാസ് പോർഷൻ ക്ലോസ് ചെയ്താലാണ് ഈ ഒരു ഡോറ് ക്ലോസ് ചെയ്യാൻ. പിന്നെ ഫേസ് ലിഫ്റ്റ് വന്ന ഏറ്റവും ബെസ്റ്റ് ഫീച്ചറാണ് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഫ്യൂൽ ക്യാപ്പ്.
അതായത് 2020 ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് എല്ലാവരും നെഗറ്റീവായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു ഒരു ഫ്യൂൽ ക്യാപ്പ് നമ്മൾ ഇറങ്ങി വന്നിട്ട് ലോക്ക് ചെയ്ത് തുറക്കണത്. പക്ഷേ ഈ ഒരു പ്രശ്നം മഹീന്ദ്ര കംപ്ലീറ്റ് മാറ്റി ഇപ്പോൾ ഒരു സ്വിച്ച് വഴി നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഏറ്റവും പുതിയ മഹീന്ദ്ര താറിൽ ഇത് കൊടുക്കുന്നുള്ളത്. എന്തായാലും ഒരു ബെസ്റ്റ് ഫീച്ചേഴ്സ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ഒരു താറിനെ കുറിച്ച് പറയാൻ സമയത്ത്. കാരണം എല്ലാവരും നെഗറ്റീവ് പറഞ്ഞ ഒരു മോഡലായിരുന്നു. അതിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് മഹീന്ദ്ര ഈ ഒരു കാര്യങ്ങളൊക്കെ പരിഹരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പുതിയ താറിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഒരു ഗ്രാഫ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. താറിൽ കയറുന്ന സമയത്ത് ഇങ്ങനെ ഫുഡ് സ്റ്റെപ്പ് ചവിട്ടിയിട്ട് കയറണം. ഒരു ആനപ്പുറത്ത് കയറുന്ന പോലെയാണ് ഈ ഒരു ഏറ്റവും പുതിയ മഹീന്ദ്ര താറിൽ കയറുന്നത്. കയറിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാവ് ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും ഒരു ഹരം കയറിയ രീതിയിലാണ് ഏറ്റവും പുതിയ താർ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീലാണ്. കാരണം നമ്മൾ താർ റോക്സിലും XUV 700 കണ്ടിട്ട് ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഒരു ഫീൽ ലഭിക്കുന്നുണ്ട് ഈ ഒരു കൺട്രോൾസ് കാണുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് ഒരു ലോഗോ. കാരണം ഇവിടെ കൊടുത്തുള്ള മീഡിയ കൺട്രോൾ ബട്ടൺസ് ആണ്, ഇവിടെ ക്രൂയിസ് കൺട്രോളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് കാണാൻ സാധിക്കും. വൈപ്പ് കൺട്രോൾസ് ഇവിടെ, ഹെഡ്ലാമ്പ് കൺട്രോൾസിൽ ഇവിടെ, നോർമലി അവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ലസ്റ്ററും മാറ്റം കാര്യങ്ങളും വന്നിട്ടില്ല, സെയിം ക്ലസ്റ്ററാണ് നമ്മൾ 3 ഡോർ കണ്ട പോലെ തന്നെ. പിന്നെ ഒരു മാറ്റം വന്നിട്ടുള്ളതാണ് ഈ ഒരു ഇൻഫോടൈം സിസ്റ്റം. കാരണം നമ്മൾ റോക്സിൽ കണ്ട സെയിം ഇൻഫോടൈം സിസ്റ്റമാണ് ഒരു അതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം റെസ്പോൺസീവ് അല്ല കണക്ടിവിറ്റി ഫീച്ചേഴ്സിൽ ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഒരു അതിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നീ ഫീച്ചേഴ്സൊക്കെ അറിയാൻ സാധിക്കും. അതുപോലെ നമ്മൾ മുന്നേ കണ്ടിരുന്ന ഓഫ് റോഡിൻ്റെയും ഓൺ റോഡിൻ്റെയും ആ ഒരു ഡൈമെൻഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓഫ് റോഡിൻ്റെ എത്ര ഡൈമെൻഷനിൽ വണ്ടി ഇറങ്ങി പോകുന്നത് എല്ലാം ഇവിടെ എല്ലാം അറിയാൻ സാധിക്കും. റോഡ് ഫ്രണ്ടത്തെ എത്ര ഡിഗ്രിയാണ് ഇറങ്ങുന്നത് എല്ലാം നമുക്കിതിൽ അറിയാൻ സാധിക്കും. പിന്നെ ഓൺ റോഡ് ആണെങ്കിൽ ടോർക്കും പവറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റേസിങ്ങിന് ഒരു മൂഡ് കാണാൻ സാധിക്കും. പിന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസാണ് അവിടെ വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫിസിക്കൽ ബട്ടൺസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ 3 ഡോർ കണ്ട പോലെ തന്നെ AC വെൻ്റ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു കാർബൺ ഫൈബർ മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു പ്രീമിയം ഒരു ടച്ച് ലഭിക്കുന്നുണ്ട് ഈ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ. അതുപോലെ AC കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. എയർ ബാഗ് ഓഫ് ആക്കുള്ളത്, ഹസാർഡ് ലാമ്പ്, ട്രാക്ഷൻ കൺട്രോൾ ബട്ടൺസ് ഒക്കെയാണ് ഇവിടെ വന്നുള്ളത്. പിന്നെ ഒരു മാറ്റാണ് ഒരു C പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഒരു വയർലെസ് ചാർജിങ് പാഡും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നേ കണ്ടത് സെയിം ഗിയർ ബോക്സ് വന്നുള്ളത് 6 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്. പിന്നെ നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ലിവർ പുള്ളിയതോടാണ് റിവേഴ്സ് ഇടാൻ. അപ്പം റിവേഴ്സ് ക്യാമറയും അവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊരു ക്യാമറയാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പം 2 വീൽ ഡ്രൈവേ കാരണം ഇവിടെ നമുക്ക് ഗിയർ ലിവർ കാണാൻ സാധിക്കില്ല. 4x4 ആകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കൊച്ചു ഗിയർ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിനായിട്ടൊരു മാറ്റമാണ് നമുക്ക് ഇവിടെ ഇതിന് മുന്നേ ഒരു ചെറിയൊരു 2 ഫീച്ചർ കാണാണ്ടായിരുന്നു. കാരണം ഒരു പവർ വിൻഡോ കൺട്രോൾസ് ഇവിടെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാറ്റി ഡോറിൽ കൊടുത്തിട്ടുണ്ട് പവർ വിൻഡോ കൺട്രോൾസ്. നല്ലൊരു ബെസ്റ്റ് ഫീൽ ചെയ്തു. കാരണം നമ്മൾ വേറൊരു കാർ ഓടിച്ചിട്ട് ഇതിൽ വരുമ്പോൾ പെട്ടെന്നൊന്നും ഇവിടെ നമുക്ക് കൈ പോവില്ല. കാരണം കൂടുതൽ ഇവിടെയാണ് നമ്മളെ കൈ പോവുക ഒരു പവർ വിൻഡോ താഴ്ത്താനും പൊക്കാനും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാറ്റമാണ് ഒരു ആൻഡ്രസ്റ്റ്, അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇത് അഡ്ജസ്റ്റബിൾ കേട്ടോ, ഡ്രൈവറിന് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാം, പാസഞ്ചറിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലാണ് പുതിയ ആൻഡ്രസ്റ്റ് വന്നുള്ളത്. സൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സൺഷെയ്ഡ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. റിവ്യൂ മിറർ കാണാൻ സാധിക്കും. ഇതിന് ഇവിടെയും സൺഷെയ്ഡ് മിററും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒക്കെ ഒരു റൂഫ് കാണുമ്പോൾ തന്നെ ഒരു ബോൾഡിങ് ഫീൽ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു കമാൻഡിങ് പൊസിഷനിൽ ഇരിക്കുന്ന ഫീലാണ് ഒരു താർ 3 ഡോർ ഇരിക്കണം തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബോണറ്റ് കണ്ട് ഡ്രൈവ് ചെയ്യാന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു ഫീലാണ് ഈ ഒരു ബോണറ്റ് കണ്ട് ഡ്രൈവ് ചെയ്യാന്ന് പറയുന്നത്. അത്യാവശ്യം ഒരു മാസീവ് സൈസും നല്ലൊരു കമാൻഡിങ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ചൊരു ഫീലാണ് ഈ ഒരു മഹീന്ദ്ര താർ ഡ്രൈവ് ചെയ്യാൻ തന്നെ. അപ്പോൾ നമ്മളിതിൻ്റെ സെക്കൻഡ് റോക്ക് കയറാൻ പഴയ രീതി തന്നെയാണ്. ഇവിടെ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ ജസ്റ്റ് ഒന്ന് പുൾ ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഇങ്ങോട്ട് ഫോൾഡ് ആവും. പിന്നെ ഇവിടെ താഴത്തെ ലിവറും പ്രസ് ചെയ്ത് ഫ്രണ്ടിലോട്ട് ആക്കാൻ സാധിക്കും. പിന്നെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് നമുക്ക് സെക്കൻഡ് റോ എടുക്കാണ്ട് കയറാം. അപ്പോൾ ഇതാണ് ഇതിനൊരു സെക്കൻഡ് റോ എന്നുള്ളത്. പേഴ്സണലി എനിക്ക് പറയാനുള്ളത് സെക്കൻഡ് റോ അത്യാവശ്യം കംഫർട്ട് ഉണ്ട്. ഒരു 4 പേർക്ക് സുഖമായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും. നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിൽ സെൻട്രലിൽ ഇരിക്കാൻ സാധിക്കും. കൂടുതലും 4 പേരാണെങ്കിൽ ഒരു ബെസ്റ്റ് കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലെഗ് റൂം നമുക്കിത് സെക്കൻഡ് റോ ലഭിക്കുന്നുണ്ട്. അതുപോലെ വീൽ ആർച്ചസ് ആണ് ഇവിടെ കൊടുത്തത്. നമുക്ക് ആക്സറീസ് ആയിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ആൻഡ്രസ്റ്റ് കൊടുക്കാൻ സാധിക്കും. ഒരുപാട് പേര് ആക്സറീസ് ചെയ്യുന്നുണ്ട് ഒരു ഭാഗം. അതുപോലെ പുതിയൊരു മാറ്റമാണ്
ഇതിൻ്റെ ഒരു AC വെൻറ്റുകൾ വന്നിട്ടുള്ളത്, ഒരു സീപോർട്ടും കൊടുത്തിട്ടുണ്ട്, ഒരു 2 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ ഒരു സെക്കൻഡ് റോ ആണ്. കാരണം റോക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഇഷ്ടം എനിക്ക് 3 ഡോർ ആണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു കോമ്പാക്ട് സൈസ് എല്ലാതും കൊണ്ടും എനിക്ക് 3 ഡോർ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ഡ്രീം കാർ ലിസ്റ്റിൽ ഒരു മോഡലും കൂടിയാണ് 3 ഡോർ. പിന്നെ നമുക്ക് റോൾ കേജ് കാര്യങ്ങൾ കാണാൻ സാധിക്കും, സീറ്റ് ബെൽറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റൂഫും ഈ ഒരു ഭാഗം കാണുമ്പോൾ ഒരു ബോൾഡ് ഫീല് നമുക്ക് ലഭിക്കേണ്ട ഒരു കാണുമ്പോൾ തന്നെ. ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു മോഡലിൽ. കണ്ടോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു സെക്കൻഡ് റോ ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു സെക്കൻഡ് റോയിൽ ഇരിക്കുമ്പോൾ തന്നെ. അത് പ്രത്യേകിച്ച് ഒരു ഇൻറ്റീരിയർ, പുതിയ ഇൻറ്റീരിയർ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീലാണ് കൊടുത്തുള്ളത്. ആ ഒരു ഇൻഫോടൈം സിസ്റ്റം, ആ ഒരു സ്റ്റിയറിംഗ് വീലും കാണുമ്പോൾ നമുക്കൊരു ഹരം കയറി വരുന്നുണ്ട്. ഇനി നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 117 bhp പവറും 300 Nm ടോർക്കാണ് ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസിൻ്റെ ഒരു എഞ്ചിനാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹുഡും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ കൂടെ ജസീംക്ക് ഉള്ള മഹീന്ദ്ര അറ മോട്ടോഴ്സിൻ്റെ ഡീലർഷിപ്പുള്ള കോട്ടക്കൽ ഡീലർഷിപ്പില്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് ഒക്കെ വരുന്നത്? ഇതിൽ 2 വേരിയന്റ് ആണ് ഡീസൽ മാനുവൽ 2 വീൽ ഡ്രൈവിൽ വരുന്നത്. ഡീസൽ മാനുവൽ 2 വീൽ ഡ്രൈവ് 2 വേരിയന്റ് ആണ്. ഒന്ന് AXT എന്ന് പറഞ്ഞ വേരിയന്റും പിന്നെ LXT. അതെ, AXT എന്ന് പറഞ്ഞ വേരിയന്റിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 999 ആണ്. എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. പിന്നെ വരുന്നത് LX ആണ്. LX എന്ന് പറഞ്ഞാൽ ടോപ്പ് മോഡൽ, അലോയ്സ് ഒക്കെ വരുന്ന മോഡൽ. അലോയ് അതെ, ആ മോഡലാണ്. നമുക്ക് ഈ ഒരു മോഡൽ 4 വീൽ അവൈലബിൾ അല്ല ഇപ്പോഴും? 4 വീല് 3 ഡോറിൽ അവൈലബിൾ ആണ്. പക്ഷേ 3 ഡോർ 2 വീൽ ഡ്രൈവിലാണെന്നുണ്ടെങ്കിൽ പിന്നെ 1.5 2 വീല് മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ ഷോറൂം ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? നമ്മുടെ ഷോറൂം ലൊക്കേഷൻ വരുന്നത് കോട്ടക്കലാണ്. കോട്ടക്കൽ പറമ്പിലങ്ങാടി നിർത്താണ്. സൻഗോട്ടിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത്. നമ്മുടെ പുതിയ ഷോറൂമിന് ഇപ്പോൾ ഇതിന്റെ പേഴ്സണൽ വെഹിക്കിൾസ് കംപ്ലീറ്റ് നമ്മൾ പുതിയ ഷോറൂം പുത്തനതാണി വരുന്നുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ തന്നെ അതിന്റെ ഇനോഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ലോങ് എന്നൊക്കെ ഡെലിവറി ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുന്നില്ലേ? നമുക്ക് എല്ലാ ലൊക്കേഷനിലും നമ്മൾ ഫ്രീ ആയിട്ട്, കേരളത്തിലെ എല്ലാ ലൊക്കേഷനിലും നമ്മൾ ഫ്രീ ആയിട്ട് ഹോം ഡെലിവറി ചെയ്ത് അതിന് കസ്റ്റമർക്കൊന്നും ചാർജോ കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല. നമുക്ക് ഏത് ലൊക്കേഷനിലും നമുക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും, വണ്ടി എത്തിച്ചു കൊടുക്കും. അതേപോലെ സർവീസ്, വാറണ്ടി, ഇൻഷുറൻസ് ഒക്കെ മഹീന്ദ്രന്റെ ഏത് ഷോറൂമും നമ്മൾ ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതെ, കസ്റ്റമർക്ക് അതിന് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവരെ നമ്പറൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ചെറിയൊരു ബ്രേക്ക്.